ജമിയത്തുലമായുടെ ഫത്വ കമ്മിറ്റിയിലേക്ക് ചോദ്യം വന്നു. ഇങ്ങനൊരു ഇടപാട് നമ്മുടെ നാട്ടിൽ തുടങ്ങിക്കാണുന്നുണ്ട്. ഇത് സംബന്ധമായി ഇസ്ലാമിക മാനം എന്താണ്? ബഹുമാനപ്പെട്ട ചെറുസോല ഉസ്താദ് അല്ലാഹു അവിടുത്തെ ആഖിറം വെളിച്ചമായി കൊടുക്കട്ടെ, ദറജ ഏറ്റിക്കൊടുക്കട്ടെ, വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു. മഹാനവറുകൾ വളരെ വ്യക്തമായി പറഞ്ഞു, അതിൽ ഒരു സംശയവും വേണ്ട. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിരോധിച്ച വിലക്കിയ ബൈഉൽ ഗറർ, വഞ്ചന പതിയിരിക്കുന്ന ഇടപാടാണ്. ആ ഇടപാടിന്റെ രൂപം എന്തായിരുന്നു? ഒരാൾ നിശ്ചിതമായ സംഖ്യ കൊടുത്ത് ഈ കമ്പനിയിൽ ചേർന്നാൽ കൊടുത്ത സംഖ്യക്ക് കൂടുതലോ കുറവോ എന്തോ ആവട്ടെ കുറച്ച് വസ്തുക്കൾ അയാൾ അവിടുന്ന് വാങ്ങുന്നു. ഇതാണ് നടക്കുന്ന കച്ചവടം. ഒരു കച്ചവടം എന്ന് പറയാവുന്നത് അതാണ്. അയാൾ കൊടുക്കുന്ന ഒരു സംഖ്യ, ആ സംഖ്യക്ക് ഏറെയോ അല്ലെങ്കിൽ കുറവോ എന്തോ ആവട്ടെ കുറച്ച് വസ്തുക്കൾ അവിടുന്ന് വാങ്ങുന്നു. എന്നാൽ ഇതോടുകൂടെ ഈ കച്ചവടം കഴിയുന്നില്ല. അവിടെ വെച്ച് കച്ചവടം മുറിയുന്നില്ല. ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ, ഒരു ബൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമം ഈജാബ് കബൂല്, കൊടുക്കേണ്ടത് അങ്ങോട്ട് കൊടുത്തു, വാങ്ങേണ്ടത് ഇങ്ങോട്ട് വാങ്ങി, ഇതോടെ ഖലാസ്, വിഷയം തീരണം. അത് തീരുന്നില്ല. പിന്നെയോ അയാൾ വേറെ 5 ആളെ ചേർക്കണം. 5 ആളെ ചേർത്താൽ, ഞാൻ പറഞ്ഞ അന്നത്തെ അതാണ് ഞാൻ പറയുന്നത്, 5 ആളെ ചേർത്താൽ ആ 5ൽപ്പെട്ട ഓരോരുത്തരും ഇതേപോലെ 5 ആളുകളെ വേറെ ചേർക്കുകയാണ്. അപ്പൊ 25 ആളായി. ആ 25ൽപ്പെട്ട ഓരോരുത്തരും പിന്നെ 5 ആളെ ചേർക്കുകയാണ്. അപ്പൊ 125 ആളായി. ഇങ്ങനെ പോകുന്നു ആ ശൃംഖല. അതിൽ നിന്നെല്ലാം ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം വരികയാണ്. ആദ്യം ഞാൻ ചേർന്നു, ഞാൻ സാധനം വാങ്ങി, പണം കൊടുത്തു, വിഷയം തീർന്നില്ല. ഞാൻ 5 ആളെ ചേർക്കുന്നു, ആ 5ൽപ്പെട്ട ഓരോരുത്തരും 5 ആളെ വേറെ ചേർക്കുന്നു. അങ്ങനെ വഹക്കഥ അങ്ങനെ പോകുന്നു. ഇതിൽ നിന്ന് ഒക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ദർസിൽ കുട്ടികളോട് പറഞ്ഞു, ആഖിറത്തിലെ സവാബ് അല്ലാഹു തആല പറഞ്ഞ അദ്വാഅഫ് മുളാഫത്ത, അത് ദുന്യാവ് തന്നെ കിട്ടപ്പോൾ. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ആഖിറത്തിന് ഫലം ഉണ്ടാവില്ല. സ്വർഗത്തിലെ സവാബ്, സ്വർഗം എങ്ങനെയാണ്? സ്വർഗത്തിൽ ഈ നെറ്റ്വർക്കിൽ കിട്ടുന്നത് പോലെ ഫലം കിട്ടും. അങ്ങനെയാണല്ലോ. നാഫിയ ഇൽമിനെ പഠിപ്പിച്ചാൽ, ഞാനിപ്പോൾ ഇൽമിനെ പഠിപ്പിച്ചാൽ എൻ്റെ നിയ്യത്ത് നന്നായാൽ അല്ലാഹു തആല നല്ല നിലക്ക് ആഖിറത്തിൽ ഫലപ്രദം ആക്കി തരട്ടെ. ഞാനൊരു 10 കുട്ടികളെ പഠിപ്പിച്ചു. ആ 10 കുട്ടികളിൽപ്പെട്ട ഓരോരുത്തരും 30 കുട്ടികൾക്ക് ദർസ് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചു. അങ്ങനെ 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 അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം എൻ്റെ അക്കൗണ്ടിലേക്ക് ആഖിറത്തിൽ അല്ലാഹു തആല ഒരു ശതമാനം തരും. ഇതൊരു നല്ല കാര്യത്തിന് എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. കണ്ട നിങ്ങൾ, ഇതേ കൂലിയാണ് ഇപ്പൊ ദുന്യാവ് തന്നെ കൊടുക്കുന്നത്. അദ്വാഅഫ് മുളാഫത്തായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഈ സംഗതിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഞങ്ങൾ അന്ന് പഠനം നടത്തിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് തന്നെ എഴുതിയ നെറ്റ്വർക്ക് ബിസിനസ് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ ഉണ്ട്. കുട്ടികൾ ചിലപ്പോൾ കൊടന്നു കാണും. മുഹയ്യിസുന്ന എൻ്റെ വിദ്യാർത്ഥി സമൂഹം അടിച്ചതാണ്. ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുമായിരിക്കും ചിലപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം ജനങ്ങളെ പാട്ടിലാക്കുന്ന, ആ പേര് പോലെ തന്നെ നെറ്റാണ്, നെറ്റ് വലയല്ലേ. അപ്പോൾ കച്ചവടം വലയായി പോകൽ മാത്രമല്ല, ആ വലയിൽ സർവ്വ ആളുകളെയും കൊടുക്കുകയും ചെയ്യും. കച്ചവടം തന്നെ അങ്ങനെ ഏതായി പോവാ. അതാണ് നിങ്ങൾ മനസ്സിലായിക്കോളൂ. പൊതുവായൊരു നിയമം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു കച്ചവടത്തിന്റെ ഇടപാടിന്റെ കൂടെ മറ്റൊരു വ്യവസ്ഥ കൂടി ഉണ്ടായാൽ, ഒരു വ്യവസ്ഥാപിതമായ ഇടപാട് ഇങ്ങനെ വന്നാൽ ആ ഇടപാട് ബാത്തിലാണ്, തെറ്റാണ്, അത് അസാധുവാണ്. അതിലൂടെ സമ്പാദിക്കുന്നത് ഹറാമാണ്. നമ്മുടെ ഭക്ഷണം നന്നായെങ്കിലേ നമ്മളെ രക്തം നന്നാവുള്ളൂ. ആ രക്തം നന്നാവുമ്പോഴേ ആ രക്തം കേന്ദ്രീകരിക്കുന്ന ഹൃദയം നന്നാവുള്ളൂ.
ഹൃദയം നന്നായെങ്കിലേ ആ ഹൃദയത്തിൽ നിന്ന് പിന്നെ സപ്ലൈ ചെയ്യുന്ന എല്ലാ അവയവങ്ങളും എവിടൊക്കെ രക്തം നടക്കുന്നുവോ ആ അവയവങ്ങൾ നന്നാവുള്ളൂ. അപ്പൊ ഹറാമ് മനസ്സിൽ തോന്നാനും ഹറാമ് പറയാനും ഹറാമ് കാണാനും ഹറാമ് കേൾക്കാനും ഹറാമ് സ്പർശിക്കാനും ഹറാമിലേക്ക് നടക്കാനും ഒക്കെ ഈ ബിസിനസ് കാരണമാകുമെന്ന് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം. തെറ്റായ ഇടപാട്. ബഹുമാനപ്പെട്ട ഇമാം മുസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞ് ഇലൽ അഖ്ദി, ഒരു ഇടപാടിലേക്ക് ഒരു വ്യവസ്ഥ കൂടിപ്പോവുക എന്നത് യുബ്ഖി ഉൽഖത്തൻ ബഅദൽ അഖ്ദി, ഇടപാട് കഴിഞ്ഞാലും അവിടെ ഒരു ബന്ധം, ഒരു കെട്ടുപണവ് പിന്നെ അവിടെ ബാക്കി കിടക്കുന്നു. ആ കെട്ടുപാട് അവിടെ ഉണ്ടാകുമ്പോൾ അതെന്താ? തുസീറു ഫിത്നത്തൻ ബഅദൽ അഖ്ദി, അഖ്ദ് കഴിഞ്ഞതിന് ശേഷവും അത് നാശത്തിലേക്ക് വഴിവെക്കുന്നു. അതല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത് നാശം. എത്ര ആളുകൾ എന്തായിപ്പോയി. ഇപ്പം ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ ഒരാൾ വലിയ സംഗതിയിൽ സ്വകാര്യത്തിൽ വിളിച്ചുകൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു. അയാൾ പെട്ടത് പിന്നെ എല്ലാവരോടും പറയേണ്ട വെച്ചിട്ടാണ്. അയാൾ എന്നോട് വലിയ സ്വകാര്യത്തിൽ പറഞ്ഞെന്താ, ഞാൻ ഉസ്താദെ വലിയ കഷ്ടത്തിലാണ്. എന്താ സംഗതി? വേറൊന്നുമല്ല, 1,00,000 ഉറുപ്പ്യ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കച്ചവടത്തിൽ ഞാൻ 10 ലക്ഷം കൊടുത്തു. 10 ലക്ഷം കൊടുത്താൽ ഓരോ മാസത്തിലും 50,000 ഉറുപ്പ്യ ലാഭം. ചെറിയ സംഗതി. അപ്പത് 10 ലക്ഷം ഉറുപ്പ്യ ഞാൻ കൊടുത്തു. പക്ഷേ എന്നോട് അയാൾ പറഞ്ഞത് മാസത്തിൽ 4,000 ഉറുപ്പ്യ നിങ്ങൾക്ക് തരുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെ അറിഞ്ഞതാണ് മാസത്തിൽ 5,000 അതിന് കിട്ടുന്നുണ്ട്. അപ്പൊ അയാളെ ഇപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അയാളില്ല, കാണാനില്ല. ദുന്യാവിൽ അയാളെ അഡ്രസ് തന്നെ ഇല്ല. അതെന്താ കാരണം? ഇയാളെ മാത്രമല്ല, അയാൾ ഇതുപോലത്തെ 10 ആളെ വേറെ ചേർത്തിക്കണം. അപ്പൊ 10 ലക്ഷം വീതം 10 ആളെടുത്തുനിന്ന് വാങ്ങിയിട്ട് 1 കോടി ഉറുപ്പ്യാണ് കച്ചവടത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇയാളെന്താ ഇവരോടൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാ മാസവും 4,000 തരുന്ന, ഇയാൾ 5,000 വെച്ച് വാങ്ങാം. അപ്പോ 1 കോടിക്ക് 1 ലക്ഷം ഉറുപ്പ്യ ഒരു പണിയില്ലാണ്ട് ഇയാൾ കിട്ടും. ഇതാപ്പോ ഈ ഇടപാട്. ഇങ്ങനെ എത്ര ഇടപാട്. ഞാൻ ഒരു 15 കൊല്ലം മുമ്പ്, അപ്പൊ നമ്മൾ ഈ അങ്ങാടിയിൽ നടക്കണമൊക്കെ നമ്മൾ ഇറങ്ങിച്ചെന്നെങ്കിൽ ഇപ്പം മനസ്സിലാവുള്ളൂ. അങ്ങാടിയിൽ പല ഇടപാട് നടക്കുന്നുണ്ടാവും. ഞാൻ പള്ളിയിൽ ഇരിക്കുന്ന ആൾക്ക് ഇത് അറിയില്ല. ഇപ്പം ഇങ്ങനെ ആരെങ്കിലും ബഷീർ മാസ്റ്റർ പോലെ ആരെങ്കിലും വന്ന് പറഞ്ഞു തരണം, ഇങ്ങനെ ഇടപാട് ഇപ്പം നടക്കുന്നുണ്ട്, അപ്പോഴേ അറിയുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ അറിയാം? എന്നോടൊരാൾ വന്ന് ചോദിച്ചു, ഉസ്താദെ ഇവിടെ ഇപ്പം ടൗണിൽ, നാദാപുരം ഇവിടെ ടൗണിൽ നടക്കുന്നൊരു ഇടപാടുണ്ട്. എന്താ? മിസൈൽ ഇടപാട് എന്നതിന് പറയുന്നത്. മിസൈലാ? സുബ്ഹാനല്ലാഹ്. എന്താ ഈ മിസൈൽ ഇടപാട് എന്ന് പറയാൻ കാരണം? അത് മിസൈൽ പോലെ സാമ്പത്തിക സ്ഥിതി കുതിച്ചു പോകും. അത്രയും ഭയങ്കര ഇടപാടാണ്. അപ്പൊ എന്താ ഇടപാടിന്റെ രീതി? അത് രീതി, ഒരാള് ഒരു 50,000 ഉറുപ്പ്യക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചോ. ഈ 50,000 ഉറുപ്പ്യ കടം ചോദിക്കുകയാണ്. കടം ചോദിക്കുമ്പോൾ 50,000 ഉറുപ്പ്യ കടമായിട്ട് കൊടുത്തു. 2 മാസമോ 3 മാസമോ കഴിഞ്ഞിട്ട് പണം തിരിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ ആ 50 മാത്രം തന്നെ അയാൾ കൊടുക്കൂല. അപ്പൊ അയാൾക്ക് 50,000 വാങ്ങിയത് 2 മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ 60,000 കൊടുക്കണം. അപ്പൊ 50 എനിക്ക് 60 തിരിച്ചരണം എന്ന് പറഞ്ഞാൽ പലിശയാവും. എന്നാൽ പലിശ ഇട്ടാവും ചെയ്യരുത്. ഇയാളൊരു മുസ്ലിമായ മനുഷ്യനല്ലേ, 5 നേരത്തെ നിൽക്കാത്തിന് പള്ളിയിൽ ജമാഅത്തിന് കൃത്യം പോവുകയും ചെയ്യും. അപ്പൊ ഇയാൾക്ക് എന്ത് വേണം? പലിശ എന്നതിന് പേര് വരരുത്. എന്നാൽ എനിക്ക് 50,000-ന് 60,000 കിട്ടാതെ പറ്റൂല. അപ്പൊ അതിന് അവരെന്നെ ഉണ്ടാക്കിയ ഒരു ബിസിനസ്സാ. എന്താണ് ആ ബിസിനസിന്റെ കോലം? ഒരാൾ ഒരു മുതലാളിൻ്റെ അടുത്ത്, പൈസക്കാരോട് ചെയ്യുന്ന പണിയാ ചെന്ന് പറയാണ്, എനിക്കൊരു 50,000 രൂപ കടം വേണം. അപ്പം അയാൾ പറഞ്ഞു, കുട്ടി ഇവിടെ കടമായിട്ട് തരാൻ പൈസ ഒന്നുമില്ല, എൻ്റെ അടുത്തൊരു സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ എനിക്ക് ഞാൻ തരാം. അപ്പൊ സ്വർണത്തിന്റെ പീസിന് 50 രൂപ വിലയാന്ന് വിചാരിച്ചോളി. ഇയാൾ പറയുന്നു, എൻ്റെ അടുത്തൊരു സ്വർണ്ണ പീസുണ്ട്, അത് ഞാൻ എനിക്ക് തരാം. പക്ഷെ എനിക്കതിന് 60,000 രൂപ തരണം. 60,000 രൂപ തരണം, 2 മാസം കഴിഞ്ഞ് തന്നാൽ മതി. അങ്ങാടിയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ 50,000-ന് കിട്ടും. പക്ഷെ എനിക്കിപ്പോൾ അത് 60 തരണം, 2 മാസം കഴിഞ്ഞ് തന്നാൽ മതി. ഓ എന്നായിക്കോട്ടെ. എന്നാൽ സ്വർണ്ണ വിക്രി ഇയാൾക്കുണ്ടോ? ഇയാൾ കൊടുക്കുന്നുണ്ടോ?